ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം കുറേ കൂടെ ഹിറ്റായാണ്. എനിക്ക് അവരെ ആലോചിച്ച് ചിരിയാണ് വരുന്നത്. MDMA കഞ്ചാവും ഒക്കെ കേരളത്തിലോട്ട് വരുന്നത് സിനിമയായിട്ട് കാണുക. ചകോരയുടെ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്. ഈ ചകോര ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. കാരണം ചകോരയുടെ നമ്മുടെ വിക്രമാദിത്യന് ശേഷം അവരിപ്പം കളക്ടറാണ് ആയിരുന്ന ഷോയിൽ കുറേ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20-25 പേരാകുന്നുണ്ട്. പക്ഷേ ലൂസിഫറിനെ വെച്ചിട്ട് നമ്മുടെ ഒരു പ്രതീക്ഷ മൊത്തം തകർത്ത് വന്നു. ഇതിപ്പം കണ്ടു കഴിഞ്ഞിട്ട് അവന്മാർ വായിരിക്കുന്നതും കേട്ട് ചുമ്മാതെ സമയം പോയി. കേരളത്തിൽ മാത്രം ഒതുങ്ങിയ പാർട്ടിയാണെന്ന് മുഖത്തോട് പച്ചയ്ക്ക് പറയുന്ന ആ ഒരു ഡയലോഗ് അതിനെ കൂടെ നോക്കാൻ പറ്റില്ല. ഹായ്, നമസ്കാരം. ഞാനങ്ങനെ റിവ്യൂസോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ എമ്പുരാൻ കണ്ടു. സംഭവം കൊള്ളാം. ഒരു സിനിമ എന്ന നിലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആക്ഷൻ രംഗങ്ങളും സിനിമാറ്റോഗ്രാഫി, ഫൈറ്റ് സീൻ ഇതെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം കുറേ കൂടെ ഹിറ്റായാണ്. ലാലേട്ടനെ വെച്ച് ഒരു സിനിമ എന്ന് പറയുമ്പം പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ലൂസിഫറിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഒരു 10% പോലും. വെറുതെ എന്തൊക്കെയോ കഥകൾ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സിനിമ, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തിൽ തന്നെ തുടക്കത്തിൽ ഫസ്റ്റിൽ മുരളി ഗോപിയുടെ ഒരു സൗണ്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകാതിൻ്റെ കാരണം വേറൊന്നുമല്ല. സൗണ്ട് എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസും ആയിരുന്നു. അതെന്താ പറഞ്ഞതെന്ന് ക്ലിയറും അല്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനി എനിക്ക് മാത്രമായിട്ട് പറ്റിയ, കാരണം ബാക്കിയുള്ള ഭാഗത്തെല്ലാം ക്ലിയർ ആയിരുന്നു. ബോംബ് ബ്ലാസ്റ്റാണ് കാണിക്കുന്നത്. ഗാസയിലെ ആ ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ യുക്രൈനിലെ ഉണ്ടായ ആ ഒരു ബോംബ് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഇതാണ് കാണിച്ചത്. അതിൽ പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ പള്ളിക്കകത്താണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നതും. ക്രിസ്ത്യൻ പള്ളി തകർന്നു വീഴുന്ന ആ മേളിൽ നിന്നൊരു കുരിശ് വീഴുന്നു. അതൊരു എല്ല് പോലെ ആവുന്നു. പിന്നെ അത് ലാലേട്ടൻ്റെ എല്ലിലേക്ക് കയറി വരുന്നു. എല്ലിലേക്ക് മീൻസ് ലെറ്റർ എൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് സീൻ. അത് സീൻ 2 അതായത് ഒരു സിനാരിയോ ആണ്. അതിൽ നമ്മുടെ നാട്ടിലേക്ക് MDMA കൊണ്ടുവരാൻ പോകുന്ന റഷ്യയിൽ നിന്നുള്ള ആലോചിച്ച് ചിരിയാണ്. അത് അവിടുത്തെ പോലീസുകാരെ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ലാലേട്ടനും പൃഥ്വിരാജും ചെന്ന് അവരുടെ കണ്ടെയ്നറൊക്കെ അടിച്ച് പൊട്ടിച്ച് MDMA കഞ്ചാവും ഒക്കെ കേരളത്തിലോട്ട് വരുന്നത് നിർത്തുന്നതാണ് സീൻ 2. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കംപ്ലീറ്റ് ബോംബ് ബ്ലാസ്റ്റും സീനൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് കേരളത്തിലേക്ക് വരുന്ന MDMA അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ മയക്കുമരുന്ന് കഞ്ചാവിനെയൊക്കെ പിടിക്കാൻ പോകുന്ന ലാലേട്ടനെയും പൃഥ്വിരാജിനെയാണ് കാണാൻ പറ്റിയത്. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ലിങ്ക് വെച്ചിട്ട് ഒരു സ്റ്റോറി ലൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാവും. നാട്ടിൽ നടക്കുന്ന ഈ വെടിവെച്ച് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു വില്ലൻ ബാബ എന്ന് പറയുന്ന ആൾ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്തിൽ. അദ്ദേഹം കുറച്ച് സമയത്തിന് ശേഷം, അതായത് ഈ ലൂസിഫർ 1 അവൻ, അതായത് നമ്മുടെ ടൊവിനോ മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയായതിനു ശേഷം 5 വർഷം കഴിഞ്ഞുള്ളൊരു സിനാരിയോ ആണിത്. അപ്പോൾ അതിലേക്ക് ഈ പണ്ടത്തെ വില്ലൻ, അതായത് ഈ ഫാമിലിയെ കൊന്ന വില്ലൻ ഇദ്ദേഹമായിട്ട് ചേർന്ന് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. അതിലേക്ക് മറികണ്ഠൻ ചാടുന്നു. ഇത് കണക്റ്റഡ് ആണ്. അത് സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവും. ഒരു അച്ഛൻ, മോൻ, മകൾ. ഇതിൽ നിന്നും മകൻ മറികണ്ഠൻ ചാടുന്നു, മോൻ, മകൾ നല്ല രീതിയിൽ പോകുന്നു. അത് പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് വേറൊരു കഥയുമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ. അതിപ്പോൾ നിങ്ങൾക്കറിയാം, സിനിമയായിട്ട് കാണുക, സിനിമയായി കാണുക. അപ്പോൾ അതിൽ ആണ് പെണ്ണാണാവാം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇത് കണക്റ്റായി. പിന്നെ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പല പ്രമുഖരെയും പല രാഷ്ട്രീയ നേതാക്കളെയും JVP ഞാൻ പേര് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി കമ്പനിക്കുന്നു അവരിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സീനാണ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത്. അത് ലിങ്ക് ചെയ്യാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. പേരിൻ്റെ അവസാനം ഈ ബാബ എന്ന് പറയുന്ന ആൾ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഈ ഒരു നമ്മുടെ ഷാമാമനുണ്ട്. അപ്പോൾ ഈ ഷാമാമന് ഇങ്ങനെ ഇതുപോലുള്ള ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി പുള്ളിയിലുള്ളതാണ്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളിയാണ്. അത് കാരണം ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായി ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് സബർമതി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങളൊക്കെ. അതും സിനിമയായി കാണുക. അപ്പോൾ ഇതിനതിൽ നിന്ന് ട്രെയിനിൽ തന്നെ ഒരു കുപ്പി വീഴുന്നു, അതിൽ നിന്ന് തീ പിടിക്കുന്നു. പിന്നെ അതിനുശേഷം ഇത് ഇങ്ങനെ വന്നു കൊല്ലുന്നു കളയെന്നൊക്കെ പറയും. പിന്നെ അവർ ചാച്ചയും മാമനും ഒക്കെ കൂടെ ചേർന്നിട്ട് വലിയ ആൾക്കാരാകുന്നു, പാർട്ടിയായി. പിന്നെ ഇദ്ദേഹത്തെ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ടൊവിനോയെ പൊക്കിയെടുത്ത് അവർ പുതിയ പാർട്ടിയിലേക്ക് കയറുന്നു. അങ്ങനെയുള്ളൊരു സീനാണ്. നമുക്ക് ശരിക്കും കേരള രാഷ്ട്രീയം അറിയാവുന്നവർക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആരെയും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെയാണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് ദഹിക്കാഞ്ഞ ഒരു കാര്യമാണ്. ഇൻ്റർവെൽ കഴിയുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വേറൊരു രാഷ്ട്രീയ പാർട്ടി
നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാണിക്കുന്നത്. കാരണം അതിനകത്തിൽ ചകോരയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ആദ്യമേ തന്നെ ഈ ചകോരയുടെ ഫോട്ടോയും വെച്ച് അതിനുശേഷം തെഡ്ഡികളാണെന്നോ അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തിരുവാതിര, ഇത് നമ്മുടെ ചുവന്ന ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളുടെ തിരുവാതിര, അതാണ് കുത്തിക്കയറ്റിയത്. അത് കുത്തിക്കയറ്റില്ലായിരുന്നെങ്കിൽ മനസ്സിലാവില്ല നമ്മുടെ പാർട്ടിയാണെന്ന്. ഈ ചകോര ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. കാരണം ചകോരയുടെ നമ്മുടെ ഇത് വെച്ചിട്ട് മനസ്സിലാവും. എന്നിട്ടാണെങ്കിൽ ഒരു റോളും ഇല്ല, ഒരു കുന്തവും ഇല്ല, നാണം കിട്ടും. തേർഡ് ക്ലാസ് പാർട്ടിയായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഡയലോഗ്, എന്താ പറയുന്നത്, തെക്ക് കന്യാകുമാരിയും അല്ല, അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്ഥലം, കിഴക്ക് വാളയാർ പറഞ്ഞ് ഇന്നെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിനകത്ത് കിടക്കുന്ന പാർട്ടിയായ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറും തേർഡ് ക്ലാസ് ആയി. അറ്റ്ലീസ്റ്റ് ആ ഒരു ഡയലോഗൊക്കെ ഒഴിവാക്കിയായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് നിന്നനെ. അതായത് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF പേര് വേറൊരു പേരാക്കിയിട്ടാണ് പറയുന്നത്. അതിനെ ടോപ്പ് ലെവലിൽ കാണിച്ച് പിന്നെ അക്രമ രാഷ്ട്രീയമായിട്ട് അവളെ കൊല്ലാൻ പോകുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ ഈ JBP നിങ്ങൾ ഉദ്ദേശിച്ചു ഏതാണ്, അപ്പോൾ അവരെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ ഒരു ആറ്റിലും കഴിവിലും കൊള്ളാത്തവന്മാർ എതിരാളികളായിട്ട് പോലും ഇല്ലാതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണിച്ചത്. അത് വേറെ കാര്യം. ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാവാം ഒരു പക്ഷേ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അറിയില്ല. പക്ഷേ ആ ഒരു സിനിമയിൽ തേർഡ് ക്ലാസ് ആയി. UDF കമ്മ്യൂണിസവും അതായത് അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാണിച്ചിട്ടാണ് അവിടെയാണ് ഈ ഡയലോഗുകളെല്ലാം വീഴുന്നത്. ഇയാൾ ഒന്നും പറയണ്ടാടോ, ഇയാളെ പാർട്ടി അവിടെ വരെ ഉള്ളൂ, അവിടെ മുതൽ ഇവിടെ വരെ ഉള്ളൂ, കേരളത്തിന് പുറത്ത് അവിടെ അറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗുണ്ട്. അങ്ങനെയുണ്ട്. ലാലേട്ടൻ ഒരു സ്കീം ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ബോംബ് ബ്ലാസ്റ്റൊക്കെ ആ ഫസ്റ്റ് സീനുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ ഒരു രാത്രി പുള്ളി വന്ന് കംപ്ലീറ്റ് അടിച്ചു പൊളിച്ച് അവളെ രക്ഷിച്ച് മേളിൽ വീണ്ടും ഒരു മരത്തിന് തീ പിടിച്ച് മരം ഒടിഞ്ഞ് വീഴുന്നു. അതും തിരിച്ച് വന്ന് എല്ലിൽ നിൽക്കും. അതും വന്ന് ലാലേട്ടൻ്റെ എല്ലിലേക്ക് കണക്റ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് കുറേ കുറച്ച് പൊളിറ്റിക്സ് ആയിട്ട്, അതായത് നാടിനെതിരെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ എതിരായിട്ട് കേന്ദ്ര ഭരണത്തിനെതിരെ വായു ഉയർത്തുന്നവരെ പൊക്കിയെടുത്ത് INA അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനതിൽ മഞ്ജു വാര്യർ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ അതിനകത്തൊരു വാച്ചുണ്ട്. പക്ഷേ അതിന് ഈ ലൂസിഫറിന് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതിൽ ലാലേട്ടൻ്റെ വാച്ചാണോ ഒരു ഡൗട്ടുണ്ട്, പക്ഷേ ഞാൻ നോക്കിയില്ല. അപ്പോൾ അതും കുറച്ചൊക്കെയാണ്. അതായത് ഇൻഡയറക്റ്റ്ലി ആ സീനിൽ പറയുന്നത് ലാലേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്, മരിച്ചു പോയി എന്ന് പറയുന്ന ആ ഒരു ഇതായിട്ട്. പിന്നെ ഇതിലെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ പേര് തന്നെ പലതാണ്. പഴയതിൽ ലൂസിഫർ, ഇന്ന് ഇതിനകത്തിൽ വേറെ ഒരു പേരാണ് വരുന്നത്. പിന്നെ ആദ്യത്തെ ഒരു സീനിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫാമിലിയെ കൊന്നു കളയുന്നതായിട്ട്, അപ്പോൾ അതിൽ ആ ഒരു പയ്യൻ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ രക്ഷപ്പെടുന്ന പയ്യനായിട്ട് പൃഥ്വിരാജാണ് വരുന്നത്. പക്ഷേ പൃഥ്വിരാജ് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, സംഭവം നടക്കുന്നത് ഗുജറാത്തായിട്ടാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് വിഷമം കൊണ്ട് പുള്ളി പോയി കയറുന്നത് പാകിസ്ഥാനിൽ. ഈ പാകിസ്ഥാനിൽ പോയി ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സീനുണ്ട്. ഇന്ത്യയാണ് ശത്രുക്കൾ, ഇന്ത്യയാണ് അങ്ങനെ മോനെ പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുജറാത്തിൽ നിന്ന് അങ്ങനെ ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരാൾ നേരെ പാകിസ്ഥാനിലോട്ടാണ് പോകേണ്ടത്. പിന്നെ അവിടെ നിന്ന് ലാലേട്ടൻ രക്ഷിച്ചാണ് കൊണ്ടുവരുന്നത്. ആ സീൻ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ പാകിസ്ഥാൻ എന്തിനാണ് കണക്ട് ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ലാലേട്ടനെ അങ്ങനെ ഇത് ചെയ്ത് അവനെ ഭയങ്കര ടീമാക്കി ഭയങ്കര ഫൈറ്റിങ്ങൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കി അങ്ങനെ ഗുണ്ടയാക്കി ഇല്ലൊരു റിവെഞ്ചിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊന്നും ഒരു രീതിയിൽ കണക്റ്റ് ആവാത്ത രീതിയിൽ, അതായത് ഇപ്പം ഈ ഒരു വില്ലൻ ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗോദ്രാകാണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ കത്തിച്ച സംഭവം എടുത്തിട്ടതിന് ശേഷം അതൊരു വില്ലനായിട്ട് കൊണ്ടുവന്നത് അവോയ്ഡ് ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സീൻ വന്നതിന് ശേഷമാണ്, അതിനുശേഷം ലാസ്റ്റ് ഒരു പേര് പറയുന്നുണ്ട്. ഇത് പട്ടേൽ എന്നുള്ളൊരു പേരാണ്, ഒരു സർനെയിമാണ് അതിനകത്ത് കാണിച്ചത് ഈ വില്ലൻ്റെ. അപ്പോൾ അതുവരെ ബാബാബാബയായിരുന്നു. അപ്പം മോഹൻലാൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, പുള്ളിയുടെ പേര് പറയുന്നത് പട്ടേൽ. അപ്പോൾ പട്ടേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തി ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്തു. അതിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം കുറേ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ അതിൽ കേരള സ്റ്റോറി ഞങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതിപ്പം പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ ഒരു സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ ഇപ്പം UDF ഭരണകാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ മരണ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ വെച്ചിട്ട് പുള്ളി തങ്ങേന്ന് വീണ് മരിച്ചാണെന്ന് കാണിക്കാൻ ഒക്കൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്കങ്ങനെ ഒരു രാഷ്ട്രീയത്തിലോട്ട് കാണിച്ച് സിനിമ ഒരുപാട് ലൈഫിൽ ഇത് ചെയ്യുന്നൊരു സംഭവമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് കണ്ടതിന് ശേഷം ഒത്തിരി പേരെ തല്ലി കൊന്നു. പിന്നെ എനിക്കറിയാവുന്ന 2-3 പേരുണ്ട്, അവർ നമ്മുടെ വിക്രമാദിത്യൻ കണ്ടതിന് ശേഷം അവരിപ്പം കളക്ടറാണ്. അങ്ങനെയൊക്കെ സിനിമ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. തമാശയായിട്ട് പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്.
അപ്പം ഇതിനും കണ്ടതിന് ശേഷം പിന്നെ ഇനി ആൾക്കാരെല്ലാം കൂടെ അങ്ങനെ ഒരു വയലൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ കാണിച്ചത്. പക്ഷേ അത് അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു സിനിമ ഇത്രയൊക്കെ കാശ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ കാശ് ഇത്ര ചിലവാക്കി ടർക്കിയിൽ പോയെടുത്തിട്ടുണ്ട്, മൊറേഷ്യയിൽ പോയിട്ടുണ്ട്, UK ഒക്കെ കാണിക്കുന്നുണ്ട്. സംഭവം ഒരുപാട് പൈസ ചിലവാക്കി, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ കണക്ട് ചെയ്തത്. അതിലാണ് പടം അത്ര അങ്ങോട്ട് സുഖം വരാൻ. ഈ ഒരു വില്ലനെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കാണിക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ കാണിക്കാം. നോർത്ത് ഇന്ത്യൻ വില്ലൻസ് നമുക്ക് ഒരുപാട് ഇതിൽ സക്സസ് ആണ്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിൽ ഈ പടത്തിൽ കുറച്ചുകൂടി സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ പോയാണ്. ഇപ്പം ഞാൻ പോയ സ്ഥലത്ത് ഞങ്ങൾ ആയിരുന്ന ഷോയിൽ കുറേ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20-25 പേരാണ്. ആ ഒരു തിയേറ്ററിൽ ഞാൻ അന്വേഷിച്ചപ്പം ഐമാക്സിൽ പോലും ഉണ്ടായിട്ട് പോലും ആദ്യത്തെ ദിവസത്തെ ഷോയിൽ 60-65 പേരുള്ളായിരുന്നു. അതിനുശേഷം 4 ഷോ ഉണ്ടായിട്ടും ആകത്തെ മൊത്തം കളക്ഷൻ വളരെ വളരെ കുറവാണ്. മലയാളികളാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒരു വഴിക്കും പോകുന്നില്ല. 100 കോടിയൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, മുടക്കുമൂലെങ്കിലും കിട്ടേണ്ടതാണ്. തന്നെയല്ല നമ്മളൊരു മലയാള സിനിമ മേളിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം മാർക്കൊക്കെ വന്ന സമയത്ത് നമുക്ക് തന്നെ ഒരിതായിരുന്നു. ഓക്കെ, ഈ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയലൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ട് തന്നെയാണല്ലോ ആൾക്കാർ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുഴപ്പമില്ല, അതൊക്കെ അവർ ഡിസ്ക്ലൈമർ കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ പോയി കാണുക, കാണണ്ട സിനിമയെ കാണുക. കേരള സ്റ്റോറി വന്നപ്പോൾ കേരള സ്റ്റോറി മാർക്കോ അങ്ങനെയൊക്കെ ഇപ്പോൾ മാർക്കോയിൽ നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു, തിയേറ്ററിൽ തന്നെ കണ്ടു, OTTയിലും കണ്ടു, കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലൂസിഫറിനെ വെച്ചിട്ട് നമ്മുടെ ഒരു പ്രതീക്ഷ മൊത്തം തകർത്ത് കളഞ്ഞു. ലാലേട്ടൻ്റെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ അഭിനയ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത് അതൊരു വെറും ഇതായിരുന്നു. പൃഥ്വിരാജിൻ്റെ ലുക്കും സ്റ്റൈലും എൻട്രിയൊക്കെ അടിപൊളിയാണ്, സംഭവം എല്ലാം കലക്കി. പക്ഷേ സ്റ്റോറി ലൈനിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അതിലൊരു ക്യാരക്ടറെ കാണിക്കുന്ന ആദ്യം അതിനെ ബോംബിട്ട് പൊട്ടിച്ച് കംപ്ലീറ്റ് കൊളാവാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ആ ഒരു സീൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ പണി സിനിമയിൽ ലാസ്റ്റ് ആ ബോംബിട്ട് പൊടിക്കുന്ന ഉണ്ടല്ലോ പുറത്തു വെച്ചിട്ട്, ആ ഒരു സീൻ ലാസ്റ്റ് സെയിം അടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ സീനുകളൊക്കെ വെറുതെ ലാഗ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതാണ്. എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഈ സിനിമയൊക്കെ വന്ന സമയത്ത് നമ്മൾ തന്നെ പല ആൾക്കാരോടും ഒരുപാട് മലയാള സിനിമയും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് അടിപൊളിയാണ് പറ്റുക, ലൂസിഫറിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുത്താരെയൊക്കെ കാണിച്ച് സെക്കൻഡ് കാണിക്കാൻ വേണ്ടി. ഇതിപ്പം കണ്ടു കഴിഞ്ഞിട്ട് അമ്മമാരായിരിക്കുന്നതും കേട്ട് ചുമ്മാതെ സമയവും പോയി. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയുന്നത് കേട്ടെ എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് അതാണ് നമുക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയത്. കേരളത്തിൽ മാത്രം ഒതുങ്ങിയ പാർട്ടിയാണെന്ന് മുഖത്തോട് പച്ചയ്ക്ക് പറയുന്ന ആ ഒരു ഡയലോഗ് അതെനിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. പൃഥ്വിരാജ് ആ ഒരു ഡയലോഗ് അവോയ്ഡ് ചെയ്യാറുണ്ട്. നമ്മൾ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉണ്ട്, നമ്മുടെ സ്ഥലത്തൊക്കെ ഉണ്ട്, അങ്ങനൊന്നും പറയരുത്. കാര്യം 3-ാം തരത്തിലേക്ക് താഴ്ത്തി കളഞ്ഞു സീനാണ് ഇത് കണ്ടത്. അത് നമ്മൾ കാണണം, പടം കാണാതിരിക്കരുത്, പടം കാണണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഒരു ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ടുള്ള ബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്കിത് ആ സിനിമയിൽ തന്നെ പലരുമായിട്ടും പല ബന്ധമില്ല എന്നാണ് ഇതെനിക്ക് തോന്നിയാണ്. ചിലപ്പോൾ ഇതിൽ തെറ്റുണ്ടാവും, നമ്മളങ്ങനെ മൂവി റിവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്യുന്നവരൊന്നുമല്ല. അപ്പം അടുത്ത പടമായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണെന്നുണ്ടെങ്കിൽ അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ഇൻ ഗുജറാത്ത് ഉണ്ട്. അപ്പോൾ പണി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നതിൽ തന്നെ നിങ്ങൾ എത്ര പേര് കേരളത്തിൽ നിന്ന് കാണുന്നുണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥലവും കൂടി. ഇപ്പം നിങ്ങൾ എവിടെയാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എംപുര.